കൊടുക്കായിരുന്നു. ഇവന് CRPF കൊടുക്കാം. അത്രക്കായ ഇപ്പൊ കാണിച്ചുതരാം. അയ്യോ ആരാ എവിടെന്നാ? ഇതെന്താണ് പള്ളിപ്പെരുന്നാളിന് ഇറങ്ങിയ ഫ്ലോട്ടാ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവൻ പൊട്ടണം. നിന്റെ ഊരും കുടിയും എവിടെയാണ്? എന്റെ വീടിന് ആധാരവുമില്ല, എനിക്കാണെങ്കിൽ ആധാർ കാർഡുമില്ല. അതുമില്ല. ചുരുക്കി പറഞ്ഞ നീ ആരോരും ഇല്ലാത്തൊരു അനാഥ പയ്യൻ, ഡോൾഫിൻ. ആരും ഇല്ലാത്തവർക്ക് ഇവിടെ ഒരാളുണ്ടടാ, നമ്മുടെ മല്ലു. മല്ലു? അതെ, പഞ്ചാബി ഹൗസിലെ മല്ലു സിംഗ്, കേട്ടിട്ടില്ലേ? പഞ്ചാബി ഹൗസ്, മല്ലു സിംഗ്. എന്നാ പിന്നെ അങ്ങോട്ട് പോകാം. ഇതാണ് പഞ്ചാബി ഹൗസ്. ഇവിടെ മല്ലു ആണ് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇവിടെ ഒരു ഇല അണിയ മല്ലു അറിയും. പക്ഷേ അതിനേക്കാളും മുന്നേ നീ അറിയും മല്ലുവിന്റെ പെങ്ങന്മാരെ നീ നോക്കിയ. പെങ്ങന്മാരോ? ഇത് റോക്കി. ആരോന്ന് പറയും. അതായത് റോക്കി. അയ്യോ കിട്ടിയില്ലേ? ഇതാണ് ഞാനും പറയാൻ വന്നത്. ഇതാണ് മല്ലുവിന്റെ ഇളയ പെങ്ങൾ രഞ്ജു. ഇതിനേക്കാളും മൂത്തതുണ്ടോ? ഉണ്ട്, ഇനിയുണ്ട് രണ്ടെണ്ണം. മൂത്തത് മഞ്ജു, നടുക്കത്തത് ചിഞ്ചു. ഇവര് മൂന്ന് പേരും. അതാ പഞ്ച് കിട്ടിയപ്പോഴേ മനസ്സിലായി. അപ്പോ ബാക്കി രണ്ടുപേരും? അതായത് റോക്കി, ഇത് സ്പൂഫല്ലേ? എല്ലാരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുവാ? പിന്നൊരു കാര്യം, ഇവരെക്കാൾ പേടിക്കണം നീ മല്ലുവിനെ. എന്നിട്ടാ മല്ലു എവിടെ? കടലിൽ നിന്ന് കിട്ടിയതാ മുതലാളി. കോടീശ്വരന്റെ മുതലാളി, കോടീശ്വരൻ. അവന്റെ കയ്യിരിക്കുന്ന കല്ലാസ് കണ്ടാ നനഞ്ഞുപോയി, ഒന്നും വായിക്കാൻ പറ്റില്ല. മുതലാളി, ഇവനിവിടെ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? പാവമാണ്, പണിയെടുപ്പിച്ച് കൊല്ലാം. ഇന്നലെ കൂടി രണ്ടുപേരും പണിക്കെടുത്തതേ ഉള്ളൂ. ഭക്ഷണം നോക്കാൻ ആളുണ്ട്, കഞ്ഞി വെക്കാൻ ആളുണ്ട്. പിന്നെ ഞാൻ ജോലി കൊടുക്കും. നിനക്കുള്ള ജോലി ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? പശുവിന്റെ മേൽ കൈവയ്ക്കുന്നവനൊന്നും കാവക്കാരനുമാകില്ല. കഞ്ഞി വെക്കുന്നവനും ഷെഫാണ്. എന്റെ യോഗ്യത എന്താണെന്ന് എന്നെ പണിക്കെടുത്തവന് മാത്രമേ അറിയൂ. എങ്ങനെ കാര്യം ചെയ്യും? ആയിരിക്കുന്ന ഷൂസ് പോയി പോളിഷ് ചെയ്യും. 8 ഷൂ പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് മണ്ണ് കിട്ടിയതായിരിക്കും. അല്ല, 9ാമത്തെ ഷൂ കിട്ടിയിരുന്നത്. 9 മാത്രമല്ല, 10ഉം 11ഉം എല്ലാം ഉണ്ട്. എല്ലാം നിനക്ക് തന്നെ. കഴിച്ച തന്നെ മുതലാളി, കഴിച്ച തന്നെ. അവന്റെ മുഖം കണ്ട് അറിഞ്ഞൂടെ ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി കാണുമെന്ന്. നല്ല വിശപ്പാണ്. മുതലാളി ഒരു കാര്യം ചെയ്യും, എനിക്ക് കുടിക്കാൻ കഞ്ഞി എടുത്തു വയ്ക്കും. ആരാ മോനെ കഞ്ഞി ചോദിച്ചേ? ഇതാണ് ഞാൻ പറഞ്ഞ കന്നി, അല്ല കഞ്ഞി ഉപ്പാരൻ. നിനക്ക് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? നൂഡിൽസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഫ്രൈഡ് റൈസ്, അതെനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ ബിരിയാണി, അത് ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് നാടൻ കഞ്ഞി വെപ്പാണ്. അതാണെങ്കിൽ ഇവിടെ പട്ടിക്കും വേണ്ട. കഞ്ഞീരെ കൂടെ ആണെങ്കിൽ എന്റെ പോത്ത് കറിയാണ് ബെസ്റ്റ് ആയിട്ട്. നീ ആരാണ്? നീ എവിടെ നിന്നാണ്? ഈ
ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. പണ്ടൊരു മണിയറ വാല് മുട്ടിയപ്പോഴല്ലേ? അല്ല, രായമാണിക്ക സിനിമയിലാണ്. അല്ല, എവൻ എന്താണ്? അയ്യടാ, ഞാൻ പ്ലിങ്ങി. ഞാൻ പറഞ്ഞില്ല, ഇവനാണ് ബെല്ലാരി. ബെല്ലാരിയാണ് ഇവിടുത്തെ തൊഴുത്തൊക്കെ നോക്കുന്നത്. ഹലോ 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 ഹലോ. മൊയിലാളി, ടൈമിനും കറക്റ്റ് പ്രോപ്പർട്ടിയും കയ്യിലുണ്ട്. പക്ഷെ മൊയിലാളിയുടെ പ്രോപ്പർട്ടിയിലല്ല കോൾ വന്നത്, എന്റെ പ്രോപ്പർട്ടിയിലാണ്. ഐ മീൻ മൊബൈൽ. മൊയിലാളി ചമ്മി ചമ്മി പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. നമുക്ക് ലംബി കളിക്കാം. ജംഗ്ലി ലംബി. നാളെ മുതൽ നിങ്ങളും ജംഗ്ലി ലംബി കളിക്കൂ. നിബന്ധനകൾ പാലിക്കൂ. കളി എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. 30 ഇത്രയും ചെയ്ത് നമ്മൾ വിജയിച്ചിരിക്കും. എന്റെ ക്യാരക്ടർ എഴുതും. അല്ലേ, നീ എന്താ ഇവിടെ? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ഇവിടെ? നമ്മുടെ നിധികളും മറ്റും അന്വേഷിച്ചു വന്ന. അപ്പോൾ എല്ലാവരുടെയും ആവശ്യം നിധി തന്നെയാണല്ലേ? ഫ്ലാഷ് ബാക്ക്. ഹര ഹര തീർത്ഥം വീക്ഷണം ഹരസവിഹീനം സംഹിതം പ്രതിമലയാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? പട്ടി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേടാ? മനസ്സിലായി, പോലീസ് സ്റ്റേഷൻ തന്നെ. എന്റെ ഈശ്വര, രാവിലെ ആകുമ്പോ ഓരോരുത്തന്മാര് വിളിച്ചോളും മനുഷ്യനെ കൊല്ലിക്കാനായിട്ട്. കോൺസ്റ്റബിൾ, കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് പൂട്ടിയിടാനാവില്ല. അത് ചുഴലിക്കാറ്റായി ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിലേ ഇവിടുത്തെ ഫാന് വർക്ക് ചെയ്യുന്നില്ല. താനൊരു കാര്യം ചെയ്യും, എന്റെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറക്കാം. അങ്ങനെ കുറച്ച് കാറ്റ് കിട്ടട്ടെ. എല്ലാവരും മിണ്ടാതിരുന്നോ, ഇവിടുത്തെ SI സാർ വരെ സമയമായി. നടക്കടാ അങ്ങോട്ട്. നീ നോർത്ത് ഇന്ത്യയിലേക്ക് ബീഫ് കയറ്റി അയക്കും അല്ലടാ പുന്നെ. നീയൊക്കെ ഏതാടാ? എന്താടാ നിന്റെയൊക്കെ കേസ്? സ്വർണത്തിന്റെ പെട്ടിയിലാണ് അവർ ചില്ലറ കാശിട്ട് വെച്ചത്. അത് ഞാനിങ്ങെടുത്തു. ഓ, മോഷണം. അങ്ങോട്ട് മാറി നിക്കടാ. ഈ മിന്നൽ ബാബുവിനെ പറ്റിക്കാന്ന് ആരും ചിന്തിക്കണ്ട. എന്താടാ നിന്റെ കേസ്? ഒടിയനല്ലേ സാറേ, ഒന്നുകൂടി വെക്കാൻ ഇറങ്ങിയതാ. പക്ഷെ ചാടിയ മതില് മാറിപ്പോയി. ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലായി പോയി. ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടിയിട്ടും നീ ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒടിയനല്ല, നീ വെറും മടിയൻ. എന്നിട്ട് നിനക്ക് ഒടി കിട്ടിയോ? ഒടി ഇല്ല, അടി കിട്ടി. സോറി, ഒരു സ്ലിപ്പായതാ. രണ്ടിനും തള്ളി ഉള്ളിൽ കയറ്റി കോൺസ്റ്റബിൾ. ഞാൻ തൃശ്ശൂർ വരെ പോയിട്ട് വരാം, എനിക്കൊരു ആവശ്യമുണ്ട്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യണോ? പോയി, പിന്നെ എപ്പോഴെങ്കിലും വരാം. മക്കളെ, ഇങ്ങടുത്തു വാ. ഞാനൊരു പാവ അപ്പൂപ്പൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ രാമനപ്പൂപ്പ എന്ന് വിളിക്കാം. ഞാനൊരു വഴി പറഞ്ഞു തരാം, ഒരു നിധിയിലേക്കുള്ള വഴി. അല്ല, നിധിയാ? നിധി തന്നെ. അതെ, നിധി തന്നെ. പക്ഷേ അതിലേക്ക് എത്താനുള്ള വഴി അത്ര എളുപ്പമല്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷേ പറ്റിയില്ല. പരാശരൻ, എങ്ങനെ അവിടേക്ക് എത്തും? മൊഞ്ചുള്ള മഞ്ജു മുതൽ പിഴിപോയ രഞ്ജു വരെ ഇതിയുണ്ട് കാവലായി മല്ലു സിംഗിൻ പഞ്ചാബി ഹൗസിൽ. പേരുന്നു സത്യമതി നാരായണ.
മൊഞ്ചുള്ള മഞ്ജു, പിരിപോയ രഞ്ജു, പഞ്ചാബി ഹൗസും മല്ലു സിംഗ്. അപ്പോ നിധി ഇവിടെ തന്നെ. കളയാൻ സമയമില്ല, വാ തപ്പാം. എല്ലാ സ്ഥലവും അരിച്ചു പിറക്കി. ഇനിയിപ്പോ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയ ആ ഒരൊറ്റ മുറി മാത്രമേ തുറക്കാനുള്ളൂ. അതും തുറക്കാം, തുറന്നല്ലേ പറ്റൂ. അല്ല, ഇതകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലേ, ഫയലുകൾ വല്ലാത്തുണ്ട. തള്ളെ ആരെയെന്ന് ഈ തള്ള എന്താ പറയുന്നത്? അകത്തുനിന്ന് പൂട്ടിയിട്ട് ഞങ്ങൾ തുറക്കണമെന്നോ? എന്താ മോളുടെ പ്രശ്നം? ദുർഗാഷ്ടമി കൊന്ന ഓ രക്തത്തെ കുടിച്ച അയ്യോ അക്ക, നമ്മളെ ഒന്നും ചെയ്യല്ലേ. നമ്മള് നിധികളും മറ്റും അന്വേഷിച്ചു വന്ന്. നിധിയോ? അപ്പോ നിധി അന്വേഷിച്ച് വന്നവരാണ് അല്ലേ? ശരി, உங்களுக்கு നിധിയിലേക്കുള്ള വഴി ഞാൻ ചൊല്ലിത്തരാം. പക്ഷേ നിങ്ങൾ എന്നെ നൃത്തം ചെയ്ത് പ്രീതിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഞാനത് പറഞ്ഞു തരൂ. ആ നിധിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇനിയിപ്പോ നാഗവല്ലി കെട്ടേണ്ടി വന്നാലും ഞാൻ ചിലപ്പോ തയ്യാറായി പോകും, ഒരു ഭ്രാന്തനെ പോലെ. എന്നാ ആരംഭിക്കലാമാ? എല്ലാരും ഒന്നിനൊന്നിനും മോശമായിട്ടുണ്ട്. ലോക തോൽവികൾ. എന്നാ നിധിയിലേക്കുള്ള മാപ്പ് ഇതിലുണ്ടല്ല. എന്നാ പിന്നെ അക്കനും കൂടെ വാ, നമുക്ക് ജോയിന്റ് ആയിട്ട് വെയ്യാല. ഇല്ലേ, എനിക്ക് വര മുടിയാതെ. തള്ളു അതെന്തൊരുപാട്. எனக்கு ஒரு சாபம் இருக்கு. இந்த வீடு விட்டு எங்கேயும் போக முடியாது. തള്ളെ കിളവ് പറഞ്ഞേട്ടാ, എന്തൊരു പുകയിലൊക്കെ മുടിയെന്ന്. തമ്പി, നീങ്ക പോയി നിധിയാലേ തിരുമ്പി വാ. ശരിയക്ക, പിന്നെ നിങ്ങള് വരണ്ട. എവരെന്തിന് ഇതിനൊക്കെ പേടിക്കണ? മാപ്പിലുള്ള സ്ഥലത്തെത്തി. ഇനി എവിടെ? കിളവൻ പറഞ്ഞ നിധി. അത് ശരിയാണല്ലോ, പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? ഇതറിയാവുന്ന ഒരാളും ഇവിടെ ഇല്ലേ? നീയൊക്കെ ആരാടാ? ഇതാരുടെ സ്ഥലമാണെന്ന് അറിയാമോടാ? ഇത് പുഷ്പയുടെ വനമാടാ, പുഷ്പവനം. പുഷ്പ എന്നാൽ ഫ്ലവർ എന്ന് വിചാരിച്ചോടാ, ഫയറാടാ. പുഷ്പരാജ് താഴത്തില്ലടാ. ഉറങ്ങുമ്പോ പോലും ഞാൻ നിന്നാ ഉറങ്ങാറുള്ളത്. എന്നാൽ ഇതാ, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, നിധി എവിടെയാണുള്ളതെന്ന്. എന്ത് നിധിയോ? ഏത് നിധിയെ പറ്റിയാടാ നീയൊക്കെ പറയുന്നേ? അത് ശരി. ഇത് പ്രകാരമാണെങ്കിൽ ദേ ആ കിണർ കണ്ടു. ആ കിണറിൽ നിധി ഉണ്ടാകാനാണ് സാധ്യത. തള്ളെ
അപ്പൊ ഇനി ഇവിടെ ആരിറങ്ങും? എന്താ നീ ഇറങ്ങോ? ഞാൻ കൈ ഉയർത്തിയതല്ല, കക്ഷം ചോർന്നതാണ്. ആന്ധ്രടെ നീ ഇറങ്ങൂല്ലേ? ആരെങ്കിലും വരുന്നതിന് മുൻപ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഒറ്റൊരുത്തിന് അനങ്ങി പോകരുത്. തട്ടിപ്പോയ അണയിക്കളെ അണങ്ങിപ്പോയ തട്ടിക്കളെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യമായിട്ടാണ് തോക്ക് ചൊല്ലുന്നത്. ഞാൻ മാത്രമല്ല സാറും ഉണ്ട്. സോറി. അപ്പൊ കൂട്ടാ, ഞാൻ സേതുരാമയ്യർ ഫ്രം CBI. അപ്പുക്കുട്ടൻ നായർ ഫ്രം CBI. കാര്യം ചന്ദനമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. ഇതാ ചന്ദനം. ഇത് മെഡിക്കൽ കോളേജിന്റെ മുന്നിലുള്ള ഗണപതി അമ്പലത്തിലെ ചന്ദനം. നല്ലതാ, നെറ്റിയിട്ടോ. മിസ്റ്റർ, CBI എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം എന്നല്ല. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. CBI. അന്ന് മുംബൈക്ക് അറിയില്ലായിരുന്നു അവർ ഇരുമ്പിനെയാണ് തട്ടിക്കളിക്കുന്നത്. ഉലയിലൂതി അവർ അതിനെ കത്തിയാക്കി. അങ്ങനെയുള്ള 3 കത്തി 200 രൂപ. 3 കത്തി 200 രൂപ. ഓ അപ്പൊ കൂട്ടാ, എന്താണ് കുട്ട? സൈലൻസ്. വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സാർ സൈലൻസ് എന്നാണ് പറഞ്ഞത്. സൈലൻസ് പറയാനുള്ള ലൈസൻസ് സാറിന് മാത്രമാണ്. ഈ സ്പൂഫ് മുഴുവൻ സാർ സൈലൻസ് പറഞ്ഞാലും ഞാൻ കേൾക്കും. അല്ലേ സാർ? സ്റ്റോപ്പ് ഇറ്റ്. സോറി സാർ. കുറെ നേരമായി എല്ലാരും കൂടി തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇവിടെ വന്നത് IPS ഗീത പ്രഭാകരന്റെ മകൻ വരുണിന്റെ അസ്ഥി അന്വേഷിച്ചാൽ ആ എല്ല് ഈ കിണറ്റിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ ദ കൺക്ലൂഷൻ ഓഫ് ദ കേസ് ഈസ് ഡിസ്ക്ലോസ്ഡ് ബൈ. താങ്ക് യു. ആവശ്യമില്ല ഒന്നും പറയണ്ട. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഈ പറഞ്ഞ എല്ല്, അസ്ഥി, ബോൺസ് ഇതൊക്കെ ആരായി കിണറ്റിൽ കൊണ്ടിടാൻ? അതും ഞാൻ അറിയാതെ. നിങ്ങൾക്കറിയില്ല അവനെ. അപ്പൊ കൂട്ടാ പറഞ്ഞു കൊടുക്ക്. അത് തോമസ് കുട്ടി അല്ല, ഗോവിന്ദ കുട്ടി അല്ല, ലക്ഷ്മി കുട്ടി. അത് ജോർജ് കുട്ടിയാ. ജോർജ് കുട്ടി. അത് ജോർജ് കുട്ടി തന്നെ. വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ നാട്ടുപുറത്തുകാരന്റെ ബുദ്ധിയല്ല അവന്. ചെല്ലക്കിളി അമ്മയുടെ ഞാൻ ടൈപ്പൊന്നും അല്ല, യവനായിരിക്കും. അതല്ല, വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ നാട്ടുപുറത്തുകാരന്റെ ബുദ്ധിയല്ല. 4ാം ക്ലാസ് അതൊക്കെ, പക്ഷെ ബുദ്ധി അത് വിട്. തനിക്കുമില്ലേ ബുദ്ധി? ഓ, വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ. അംഗൻവാടിയുടെ മുറ്റത്ത് പോലും ഞാൻ പോയിട്ടില്ല. താനൊക്കെ എവിടുന്നാണ്? ഒറ്റൊരുത്തരും ഞാൻ കാണിച്ചു തരില്ല. എല്ലാത്തിനും ഞാൻ വെറുതെ വിടും. അവര് വന്നത് എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. കഷ്ടം തന്നെ. സോറി സാർ. എല്ലാവരും നിർത്തിക്കോ. ഇവിടെ എന്താണുള്ളതെന്ന് എനിക്കിപ്പോ അറിഞ്ഞേ പറ്റൂ. എന്നാൽ നീ തന്നെ ഇറങ്ങും. ഇത് പുഷ്പയാടാ, പുഷ്പരാജ്. താഴത്തില്ലടാ, അല്ല താഴത്തേക്കില്ലടാ. അല്ല ഇറങ്ങടാ. ഇല്ലടാ, പുഷ്പ താഴത്തേക്കില്ലെന്നാടാ പറഞ്ഞത്. താഴത്തില്ല. ഇറങ്ങണ പട്ടി താഴെ. അമ്മേ. സോറി സാർ. സോറി വേണ്ട. എന്നാ താങ്ക് യു. തള്ളേ ലവൻ പുലിയാണ് ഏട്ടാ, വെറും പുലിയല്ല, ഒരു കഴുതപ്പുലി. വെള്ളം നന്നായി വായി കയറി തോന്നുന്നു. അപ്പളും കൂട്ടാതെ. സോറി സാർ. പുഷ്പ താഴെ എന്നൊന്ന് പൊക്കട, അല്ലെങ്കിൽ പുഷ്പരാജ് ഇനി പൊങ്ങത്തില്ലടാ മുകളിലേക്ക്. പുഷ്പ മോനെ, അവിടെ നിധി എന്തെങ്കിലും ഉണ്ടോ നോക്കണേ. ഞാൻ പറഞ്ഞതല്ലടാ, ഇവിടെ ഒന്നും ഇല്ലടാ. നീ ആത്മാർത്ഥമായിട്ടൊന്ന് തപ്പ്. ഇവിടെ ഒന്നും ഇല്ലില്ല. ഉണ്ട്, എന്തോ ഉണ്ട്. എന്താന്ന് വെച്ചാൽ പൊക്കി എടുക്കണ ഇങ്ങോട്ട്. ഇനിയിപ്പോ ഇതിനകത്തായിരിക്കും വരുണിന്റെ എല്ല്. അതങ്ങ് താ. അതിനകത്ത് നിധിയാ. ഞാനൊന്ന് നോക്കട്ടെ.
വയ്യല്ല. നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റൂല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി പറയും? നിങ്ങൾ എനിക്ക് ശാപമോക്ഷം തന്നു. ഞങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ആ കുടം തുറന്നപ്പോൾ എനിക്ക് മോക്ഷം കിട്ടി. അപ്പോ ഞങ്ങളെ നീ ചതിക്കായിരുന്നല്ലേ? ഇതിനകത്ത് നിധി ഉണ്ടെന്ന് പറഞ്ഞ് ചതിച്ചത് അവളല്ല, രാമനപ്പൂപ്പൻ. നിങ്ങളോ? നോ, ഐ ആം നോട്ട് രാമനപ്പൂപ്പൻ. ഐ ആം രാമനാഥൻ, ഡാൻസർ രാമനാഥൻ. എന്തിന് നിങ്ങളത് ചെയ്തു? ഇവൾക്ക് വേണ്ടി, ഇവളെ കിട്ടാൻ ഞാൻ ഒരുക്കിയ പ്ലാനായിരുന്നു ഇത്. അതിന് എനിക്ക് 3 മണ്ടന്മാരെ ആവശ്യമായിരുന്നു. ആ 3 മണ്ടന്മാരാണ് ഞാൻ കണ്ടെത്തിയ നിങ്ങൾ 3 പേര്. അപ്പോൾ നിധിയോ? നിധി. ഇവളാണ് എന്റെ ആ നിധി. ഈ പുഷ്പവനത്തിൽ പുഷ്പയുടെ പാട്ട് മാത്രം മതിയടാ. ഈ പാട്ട് മാറ്റടാ. ഇവിടെ എന്തോ ഒന്നുകൂടി ഉണ്ട്. അതെന്താ സാറേ? അതൊരു എല്ലാണ് സാറേ. ജോർജ് കുട്ടിയെ പൂട്ടാൻ എനിക്ക് ഇത് മതി. ഇനി അവൻ രക്ഷപ്പെടാൻ പറ്റില്ല സാറേ. ഈ എല്ല് വെച്ചവനെ പൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. കാരണം ഈ എല്ല് സാർ ഉദ്ദേശിച്ച എല്ലല്ല സാറേ. പിന്നെ ഇത് നിങ്ങൾക്കുള്ള എല്ലല്ല. ആദ്യമേ തന്നേക്ക്.